ഹലോ, നിങ്ങൾക്കെല്ലാവർക്കും ഷൈനി സേവിയർ യൂട്യൂബ് പേജിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കി കാണിക്കുന്നത് നല്ലൊരു വെജിറ്റബിൾ ബിരിയാണിയുടെ റെസിപ്പിയാണ് കേട്ടോ. എത്ര വെജിറ്റബിൾസ് ഇഷ്ടമല്ല എന്ന് പറയുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു വെജിറ്റബിൾ ബിരിയാണി ഇത്ര നല്ലൊരു ഫ്ലേവറിൽ കിട്ടിക്കഴിഞ്ഞാൽ കഴിക്കുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. പിന്നെ മുട്ട ഇഷ്ടമുള്ളവർക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ മുട്ട പുഴുങ്ങി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എഗ് ബിരിയാണിയുമായി. ഇപ്പോൾ ബിരിയാണി തയ്യാറാക്കാനായിട്ട് ആദ്യമായിട്ട് എടുത്തിരിക്കുന്നത് ബിരിയാണി റൈസാണ്. ഇന്ത്യ ഗേറ്റിൻ്റെ ബസ്മതി റൈസാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. അത് നന്നായിട്ട് വെള്ളം മാറി ചെറുതായിട്ട് ഒരുപാട് അങ്ങ് ബലം കൊടുക്കാതെ ഒന്ന് ഞെരടി കഴുകണമെന്ന് 3 പ്രാവശ്യമെങ്കിലും വെള്ളം മാറിയെന്ന് കഴുകിയിട്ട് നല്ലതായിട്ട് ആ വെള്ളം ക്ലിയർ ആകുന്നവരെ. എന്നിട്ട് അവസാനം കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു 10 മിനിറ്റ് ഒന്ന് സോക്ക് ചെയ്യാനായിട്ട് അത് വെച്ചേക്കണേ. ഞാനിപ്പോൾ റൈസ് വേറെ വെജിറ്റബിൾസ് വേറെയാണ് കുക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇത് തന്നെ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ പ്രഷർ കുക്കറിൽ വേണമെങ്കിലും കുക്ക് ചെയ്യാം. പക്ഷേ അങ്ങനെയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര നേരം വെള്ളത്തിലിടണം എന്നുള്ളതും എത്ര വിസിൽ വേണം എന്നുള്ളതും ഒക്കെ ഉപയോഗിക്കുന്ന വെള്ളത്തിൻ്റെ അളവ് അതൊക്കെ വേറെ ഒരു കണക്കാണല്ലോ. അത് ഞാൻ വേറൊരു വീഡിയോയിൽ പറയാമേ. അരി ഒരു 10 മിനിറ്റ് സോക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ വെള്ളമെല്ലാം മാറ്റി കഴിഞ്ഞിട്ട് ഞാൻ വലിയൊരു ഇഡ്ഡലി പാത്രത്തിലോട്ട് ഒരു 5-6 ലിറ്റർ വെള്ളം ഒഴിച്ച് വെച്ചിരുന്നു കേട്ടോ. കുറച്ച് കൂടുതൽ വെള്ളം ഉള്ളത് തന്നെയാണ് നല്ലത്. അതിലോട്ട് ഒരു 1.5 ടേബിൾ സ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ആദ്യം അരി ഇട്ട് കൊടുത്തു, ഉപ്പും കൂടെ 1.5 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ്. കാരണം ഉപ്പ് എല്ലായിടത്തും ആവാനും പിന്നെ ചിലപ്പോൾ നമ്മൾ അങ്ങോട്ട് അരി ഇട്ട് കൊടുക്കുമ്പോൾ ഉടനെ കുറേ അരി അടിയിൽ ചെന്നങ്ങ് പറ്റി പിടിച്ചിരിക്കും ആ പാത്രത്തിൻ്റെ അടിയിൽ. അങ്ങനെ പറ്റി പിടിച്ചിരിക്കുന്നത് ഇളകി വരാനും വേണ്ടിയിട്ടാണെന്ന് ഇളക്കി കൊടുക്കുന്നത്. ഇപ്പം ഞാൻ കുറച്ച് വലിയൊരു നോൺ സ്റ്റിക്ക് പാനിലോട്ട് എടുത്തിരിക്കുന്നത് ഒരു 1/4 കപ്പ് നെയ്യാണ്. ആദ്യം നമുക്ക് 1/4 കപ്പ് എടുക്കാം. അതിലോട്ട് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഗ്രാമ്പൂ ഒരു 6 കറുവാപ്പട്ട 1 ഇഞ്ചിൻ്റെ നീളത്തിലുള്ള ഒരു 4-5 കഷ്ണവും, ഏലയ്ക്ക ഒരു 5-6 എണ്ണം, ബേ ലീഫ് 2 ചെറുതും, വലുതാണെന്നുണ്ടെങ്കിൽ 1 മതി കേട്ടോ. അതിട്ട് ചെറുതായിട്ടൊന്ന് മൂത്ത മണം ആ മസാലയുടെയൊക്കെ ഒരു മണം വന്ന് തുടങ്ങുമ്പോഴേക്കും അത് കരിയാതെ പ്രത്യേകം ശ്രദ്ധിച്ചോണേ. അതിലോട്ട് മീഡിയം വലിപ്പത്തിലുള്ള 2 സവാളയുള്ളിയാണ് 4ആയിട്ട് മുറിച്ച് കനം കുറച്ചരിഞ്ഞ് ഒന്നിട്ട് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റണം. അതിനാവശ്യമായിട്ടുള്ള ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ആദ്യം ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് വെള്ളം ഇട്ട് കൊടുത്താൽ മതി. പിന്നെ നമ്മളെടുത്ത് റെഡിയാക്കി വെക്കേണ്ടത് ഇഞ്ചിയും വെളുത്തുള്ളിയുമാണ്. 1.5 ഇഞ്ചിൻ്റെ ഒരു കഷ്ണം ഇഞ്ചിയും സാമാന്യം വലിപ്പമുള്ള ഒരു കുടം വെളുത്തുള്ളിയുമാണ്. അത് ഒന്നിച്ച് വേണമെങ്കിലും ചതച്ചിടാം, അല്ല 2ആയിട്ട് വേണമെന്നുണ്ടെങ്കിലും ചതച്ചിടാമേ. പിന്നെ അതിനകത്ത് ചേർക്കാനുള്ളത് ഞാൻ ഒരു 1/4 കപ്പ് റേസിൻസ് ഇട്ടിട്ടുണ്ട്. കറുത്തതും വെളുത്തതുമായിട്ടുള്ള കുരുവില്ലാത്ത മുന്തിരിങ്ങ, ഒരു 1/4 കപ്പ് റേസിൻസും, ഒരു 5-6 പച്ചമുളക് നടുവേ മുറിച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് മുറിച്ച് കൊടുത്തത്, ഓരോ പച്ചമുളകും 4ആയിട്ട് മുറിച്ച് കൊടുത്തതും കൂടെ അതിൻ്റെ കൂട്ടത്തിലിട്ട് ഒന്ന് വഴറ്റുവാണ് കേട്ടോ. ഞാൻ പെട്ടെന്നൊരു കാര്യം പറഞ്ഞോട്ടെ. എൻ്റെ ഈ ചാനലും എൻ്റെ ഈ വീഡിയോയും ഒക്കെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ആണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ നിങ്ങൾ പോയി നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള റെസിപ്പികളുണ്ട് കേട്ടോ. നിങ്ങൾക്ക് അതൊക്കെ ഇഷ്ടപ്പെട്ടു പ്രയോജനപ്പെടുമെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യും. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഏത് വീഡിയോ അപ്ലോഡ് ചെയ്താലും നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുമേ. സവാള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം കൂടെ വഴന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും അതിനകത്തോട്ട് പിന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസാണ് ഇടേണ്ടത്. ആ വെജിറ്റബിൾസും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റണം. വെജിറ്റബിൾസ് ഞാൻ എടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാരറ്റ് മീഡിയം വലിപ്പത്തിലുള്ള ഒരു 2 എണ്ണവും, ബീൻസ് ഒരു 150 ഗ്രാമും, അതൊരു ഇച്ചിരി വലുതായിട്ട് അരിഞ്ഞിരിക്കുന്നത് കേട്ടോ. പിന്നെ കോളിഫ്ലവർ ഒരു 1-1.25 കപ്പ് ഉണ്ടായിരുന്നു. പൊട്ടറ്റോ മീഡിയം വലിപ്പത്തിലുള്ള ഒരു 2 എണ്ണം. പിന്നെ ഏറ്റവും അവസാനമായിട്ട് ചേർത്ത് കൊടുത്തത് നല്ല വലിപ്പത്തിലുള്ള ഒരു ടൊമാറ്റോയും കൂടാണ് കേട്ടോ. ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുമ്പോഴേക്കും അതിൻ്റെ ആ മസാലയുടെ മണമെല്ലാം നമ്മുടെ പച്ചക്കറിയിലോട്ടും വരും. ഉപ്പും ഒക്കെ കുറച്ചൊന്ന് പിടിക്കും. പിന്നെ ഈ പച്ചക്കറിക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പും കൂടെ ഈ സമയത്ത് ഇട്ട് കൊടുക്കണം കേട്ടോ. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് വേണം അതിനകത്തോട്ട് ചേർക്കേണ്ട പൊടികളെല്ലാം കൂടെ ചേർത്ത് കൊടുക്കാനായിട്ട്. ഞാൻ അതിനകത്തോട്ട് ചേർത്ത് കൊടുത്തിരിക്കുന്നത് കാശ്മീരി ചില്ലി പൗഡർ ഒരു 1.5 ടീസ്പൂണും, മല്ലിപ്പൊടി ഒരു 3 ടീസ്പൂണ്, ബിരിയാണി മസാല ഒരു 1.5 ടീസ്പൂണ്. ഞാൻ ആ ബിരിയാണി മസാലയുടെ റെസിപ്പി ഡിസ്ക്രിപ്ഷൻ്റെ താഴെയായിട്ട് ഞാൻ റെസിപ്പി ഇടുമല്ലോ, അപ്പോൾ റെസിപ്പിയുടെ കൂട്ടത്തിൽ ഞാനത് പോസ്റ്റ് ചെയ്തേക്കാമേ. ഹൈദരാബാദി ബിരിയാണി മസാലയുടെ റെസിപ്പിയാണ് ഞാൻ പോസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. അതിനാണ് ഏറ്റവും നല്ലൊരു ഫ്ലേവർ ഉള്ളത്. ആ പൊടികളും കൂടെ ചേർത്ത് നന്നായിട്ട് ചെറിയ തീയിൽ ഒന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ. അതിൻ്റെ പച്ചമണം, ആ പൊടികളുടെ പച്ചമണമൊക്കെ പോകുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് അത് മൂടി വെച്ചൊന്ന് കുക്ക് ചെയ്യണം. കുറച്ച് നേരം അങ്ങനെ മൂടി വെച്ച് കഴിയുമ്പോഴത്തേക്ക് ആവിയിലിരുന്ന് നമ്മുടെ വെജിറ്റബിൾസൊക്കെ ചെറുതായിട്ടൊന്ന് വേവും. പിന്നെ കുറച്ച് നേരം കഴിയുമ്പോഴേക്കും ഒന്ന് തുറന്ന് നോക്കി വീണ്ടും ഒന്ന് ഇളക്കിയിട്ട് അത് നടുക്കോട്ടൊന്ന് തട്ടിപ്പൊത്തി വെച്ചിട്ട് വീണ്ടും അങ്ങനെ മൂടി വെക്കണം. അങ്ങനെ ഒരു 2-3 പ്രാവശ്യം കഴിയുമ്പോഴേക്കും നമ്മുടെ വെജിറ്റബിൾസൊക്കെ നന്നായിട്ട് വെന്ത് കഴിയും. പിന്നെ അതിനകത്തോട്ട് ചേർക്കാനുള്ളത് തൈരാണ്.
വെജിറ്റബിൾസ് അടിക്ക് പിടിച്ച് പോകാതെ ശ്രദ്ധിക്കണം. കാരണം നിങ്ങൾക്കറിയാലോ, വെള്ളം ചേർത്തിട്ടില്ലാത്തത് കൊണ്ട് തന്നെ തീ കുറച്ച് കൂടിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്നത് അടിക്ക് പിടിച്ച് പോകുമേ. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കല്ല. ഇപ്പോൾ നമ്മുടെ അരിയൊക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും കറക്റ്റായിട്ട് പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ അരി കുക്ക് ചെയ്തെടുക്കുന്നത്. ഒരു കാരണവശാലും അത് ഓവർ കുക്ക്ഡ് ആയി പോകില്ല കേട്ടോ. ഒരു 80% കുക്ക്ഡ് ആകാവുള്ളേ. ഇപ്പം ഞാൻ അതിനകത്തോട്ട് കുറച്ച് തൈര് ഒഴിക്കുകയാണ്. നമ്മുടെ ഈ വെജിറ്റബിൾസ് എല്ലാം കുക്കായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെ നിങ്ങൾ തൈര് ഒഴിക്കുന്നതിന് മുമ്പ് ഓരോ വെജിറ്റബിളും എടുത്ത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പൊട്ടറ്റോയിൽ ഒരു പീസ് എടുത്ത് ട്രൈ ചെയ്ത് നോക്കണം. ക്യാരറ്റും ബീൻസും എല്ലാത്തിൽ നിന്നും ഓരോ പീസ് എടുത്തിട്ട് നന്നായിട്ട് വെന്തിട്ടുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യണേ. ഒട്ടും പുളിയില്ലാത്ത നല്ല കട്ട തൈര് ഉടച്ചത് ഞാനൊരു 3/4 കപ്പാണ് ചേർത്തിരിക്കുന്നത് കേട്ടോ. അരക്കപ്പിൻ്റെ അളവ് കപ്പിനാണ് ഞാൻ ചേർത്തത്. ആദ്യം അരക്കപ്പ് ചേർത്തു, പിന്നെ ആ അരക്കപ്പിൻ്റെ പകുതിയും കൂടി ചേർത്തു. അങ്ങനെ 3/4 കപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞപ്പോൾ ഉപ്പ് പാകത്തിനുണ്ടോ എന്ന് ചെക്ക് ചെയ്തപ്പം പുളിയും കൂടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഉപ്പ് കുറവായതുകൊണ്ട് ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടി ഇട്ട് അതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കുറച്ച് നേരം കൂടെ ഒന്ന് മൂടി വെച്ച് കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അതിലേക്ക് ആവശ്യത്തിന് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്ത് ഞാൻ ഇപ്രാവശ്യം പുതിനയില ഇട്ടില്ല. കാരണം പുതിനയില അപ്പം എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നത് കാരണം പുതിനയില ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് പുതിനയിലയും കൂടി നിങ്ങൾ ചേർക്കണേ. ഞാൻ വളരെ ചെറുതായിട്ട് അരിഞ്ഞ മല്ലിയില ഒരു 1/2 കപ്പോളം ചേർത്തിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവില്ല, വെജിറ്റബിൾസ് ഞാൻ പകുതി അതിനകത്തുനിന്ന് അങ്ങ് മാറ്റി. കാരണം ഒരുപാട് വലിയ പാത്രമല്ല, ഇതിൽ വലിയൊരു പാത്രമുണ്ട്, അത് പക്ഷേ ഒരുപാട് അങ്ങ് വലുതുമാണ്. അപ്പം ഞാൻ പകുതി വെജിറ്റബിൾസ് അതിൽ നിന്ന് അങ്ങ് മാറ്റിയിട്ട് കുറേശ്ശെയായിട്ട് നമുക്ക് നമ്മുടെ റൈസ് ഇട്ട് കൊടുക്കാമെന്ന് ഓർത്തു. കാരണം നമ്മളെല്ലാം കൂടി ഇട്ട് ഇളക്കാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ചിലപ്പം അങ്ങ് കുഴഞ്ഞു പോയെന്ന് വരും. ഇത് കറക്റ്റായിട്ട് പാകത്തിനായതാണ്. നിങ്ങൾക്ക് അരി കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാമല്ലോ. അതുകൊണ്ട് കുറേശ്ശെ ഞാനിട്ട് ഇളക്കിയിട്ട് പിന്നെ വേറൊരു പാത്രത്തിലോട്ട് ഞാൻ കുറച്ച് മാറ്റിയിട്ട് അതിനകത്തും ബാക്കി റൈസ് ഇട്ട് ഞാൻ ഇളക്കി എടുത്തിട്ട് രണ്ടും കൂടെ പിന്നെ ഒന്നിച്ചൊന്ന് യോജിപ്പിച്ചു. കാരണം എത്ര കറക്റ്റ് വേവിൽ കുക്ക് ചെയ്തതെന്ന് പറഞ്ഞാലും ഓവറായിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്പാച്ചിലായിട്ട് ഇളക്കി കഴിയുമ്പോഴേക്കും കുറച്ചെങ്കിലും പൊടിയാതിരിക്കത്തില്ല. അതുകൊണ്ട് ഞാൻ കറക്റ്റായിട്ട് ചോറും വെജിറ്റബിൾസും രണ്ടായിട്ട് മിക്സ് ചെയ്തു. എന്നിട്ട് ഏറ്റവും അവസാനം മാത്രമേ ഇപ്പോൾ കണ്ടില്ലേ, ഇതെല്ലാം കൂടി ഇപ്പോൾ ഒന്നിച്ച് കുറേ കൂടെ വലിയൊരു പാത്രത്തിലെടുത്തിട്ട് ഏറ്റവും അവസാനം മാത്രമേ ഞാൻ ഒന്നിച്ചൊന്ന് ഇളക്കി കൊടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പം നമുക്കറിയാം ഉപ്പ് കുറവുണ്ടോ, അല്ലെന്നുണ്ടെങ്കിൽ ഒരു ബാച്ചിന് ചിലപ്പോൾ ഉപ്പ് കുറവായിരിക്കും, നെയ്യ് കുറവായിരിക്കും. ഇപ്പം അങ്ങനെ തോന്നിയത് കൊണ്ട് ഏറ്റവും അവസാനം ഞാൻ കുറച്ച് ഉപ്പും ഒരു 2-3 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ട് എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ച് കഴിഞ്ഞിട്ട് വളരെ ചെറിയ ഫ്ലെയിമിൽ ദമ്മാക്കുക എന്നേ പറയുന്നില്ല. അത് ഞാൻ സാധാരണ ഒരു പഴയ ഒരു ചപ്പാത്തിയുടെ ഒരു തവ എടുത്തിട്ട് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് അലുമിനിയം ഫോയിലൊക്കെ ഇട്ട് ദമ്മാക്കി എടുക്കുക. ഇത് അങ്ങനെ ദമ്മാക്കി എടുക്കുന്നു എന്ന് പറയാൻ പറ്റില്ല, എന്നാലും ആ പാത്രത്തിൻ്റെ അടപ്പ് വീണ്ടും മൂടി വെച്ചിട്ട് ഏറ്റവും ചെറിയ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റും കൂടെ ഒന്ന് ചൂടാക്കിയെടുത്തേ. നമ്മൾ ചേർത്ത മസാലകളുടെയും മല്ലിയിലയുടെയും എല്ലാത്തിൻ്റെയും കൂടെ ആ ഒരു മണം നന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ച് ഒന്ന് കറക്റ്റ് ഒരു മണമാകുന്നത് ഇങ്ങനെയൊന്ന് വെച്ച് കുക്ക് ചെയ്യുമ്പോഴാണ്. ഇതേ റെസിപ്പിയിൽ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്യാതിരിക്കരുത് കേട്ടോ. അപ്പോൾ കൂടുതൽ നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ കാണാം. താങ്ക്